നമസ്കാരം സുഹൃത്തുക്കളെ, വ്യത്യസ്തമായ കേരള കാഴ്ചകളുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദ്രവുമായ സ്വാഗതം. ടുഡേ ഫ്രഷ് മീഡിയ എന്ന ഈ ചാനൽ വ്യത്യസ്തമായ കാഴ്ചകളും യാത്രകളും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ്. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ. ഇന്നത്തെ എൻ്റെ കാഴ്ച കേരളത്തിൻ്റെ മനോഹരമായ തീരത്ത് ഒരു വെളുത്ത പക്ഷിയെപ്പോലെ വിടർന്നിരിക്കുന്ന കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പറ്റിയാണ്. ഓരോ കേരളീയൻ്റെയും അഭിമാനമായ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഒരു വലിയ പൂന്തോട്ടത്തിന് നടുവിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ അതിമനോഹരമായ കാഴ്ച. ഓരോ പ്രവാസിയുടെയും സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നൊരു പക്ഷിക്കൂട് എന്ന് തന്നെ പറയാം. കേരളത്തിൻ്റെ സമ്പന്നമായ സംസ്കാരവും ആധുനികതയും ഒത്തുചേർന്ന് നിൽക്കുന്ന മനോഹരമായ കാഴ്ച. കേരളത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്നും ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലം, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. യാത്രക്കാർക്ക് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കുന്നത് വളരെ മുമ്പിലാണ് ഈ എയർപോർട്ട്. കേരളത്തിൻ്റെ തനത് വാസ്തുശില്പം പ്രതിഫലിപ്പിക്കുന്ന രൂപകൽപ്പന. ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം. ഈ എയർപോർട്ടിൻ്റെ രൂപകൽപ്പന കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. കൂടാതെ പരിസ്ഥിതി സൗഹൃദമായ ഒരു വിമാനത്താവളം എന്ന നിലയിൽ കൊച്ചി വിമാനത്താവളം ഒരു മാതൃകയായി മാറിയിരിക്കുന്നു. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് കേവലം ഒരു യാത്രയുടെ തുടക്കം മാത്രമല്ല, പുതിയ ഒരു അനുഭവത്തിൻ്റെ, പുതിയ ഒരു അധ്യായത്തിൻ്റെ തുടക്കം കൂടിയാണ്. ഓരോ യാത്രക്കാരനും ഈ വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ജീവിതത്തിൻ്റെ വലിയ ഒരു സ്വപ്നങ്ങളുമായാണ്. 1999 മെയ് 25 ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ ആണ് ഈ വിമാനത്താവളം ഉദ്ഘാടനം നിർവഹിച്ചത്. കിയാൽ എന്ന കമ്പനിയാണ് ഈ വിമാനത്താവളം നിർമ്മിച്ചത്. എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എയർ അറേബ്യ, ഇൻഡിഗോ, വിസ്താര എന്നീ വിമാന കമ്പനികൾ ഇവിടെ നിന്നും സർവീസ് നടത്തുന്നു. പ്രധാനമായും 3 തരത്തിലുള്ള ടെർമിനലുകളാണ് ഇവിടെയുള്ളത്. അന്തർദേശീയ പാസഞ്ചർ ടെർമിനൽ, ആഭ്യന്തര പാസഞ്ചർ ടെർമിനൽ, അതുപോലെ ബിസിനസ് ജെറ്റ് ടെർമിനൽ. ഇവിടെ എത്തിച്ചേരുവാൻ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ട് ഫീഡർ ബസ്സുകളുണ്ട്. ഒരാൾക്ക് 60 രൂപയാണ് ചാർജ്. അഥവാ നിങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നതെങ്കിൽ ടാക്സിക്ക് ഏകദേശം 550 രൂപയോളം ചിലവ് വരുന്നതാണ്.
പ്രകൃതിയും പ്രകാശവും വായുവും പരമാവധി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് യാത്രക്കാർക്ക് നല്ല ഒരു അനുഭവം തന്നെ നൽകുന്നുണ്ട്. വിമാനത്താവളത്തിൻ്റെ ഓരോ കോണിലും കേരളത്തിൻ്റെ സാംസ്കാരിക അടയാളപ്പെടുത്തൽ തെളിഞ്ഞ് കാണാം. അതുപോലെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. യാത്രക്കാരുടെ സുഖകരമായ യാത്രയെ ഉറപ്പാക്കുന്ന വിധത്തിലാണ് വിമാനത്താവളത്തിൻ്റെ ഇൻറ്റീരിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വൈഫൈ, ഫുഡ് കോർട്ടുകൾ, ഷോപ്പിംഗ് സെൻറ്ററുകൾ, ലൗഞ്ചുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് വേണ്ടി മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. വിവിധതരം ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി റെസ്റ്റോറൻറ്റുകളും കഫേകളും ഇവിടെയുണ്ട്. വിശ്രമിക്കാനും വിമാനം പുറപ്പെടുന്നതുവരെ സമയം ചെലവഴിക്കാനും മനോഹരമായ ലൗഞ്ചുകളും അതുപോലെ വളരെ വിശാലമായ പൂന്തോട്ടങ്ങളും ഇവിടെയുണ്ട്. ഓരോ യാത്രക്കാരനും തൻ്റെ പുറത്തോട്ടുള്ള നോട്ടത്തിൽ തന്നെ കാത്തിരിക്കുന്നവരെ തിരയുമ്പോൾ, അവരെ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. എയർപോർട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തുള്ള നിൽപ്പ് അവിസ്മരണീയമായ ഒരു കാഴ്ചയാണ്. ഈ വീഡിയോയിൽ ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ അമ്മയെയും കാത്തു നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു റോസാപ്പൂവുണ്ട്. അവളുടെ സന്തോഷവും ആകാംക്ഷയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. കാത്ത് അവൾ മടുത്തു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവളുടെ അമ്മയെ അവൾ ഗ്ലാസ് ചില്ലുകൾക്കപ്പുറത്തേക്ക് കണ്ടെത്തി. അവൾ തുള്ളിച്ചാടുകയാണ്. ആ കാഴ്ച കണ്ട് എൻ്റെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഓരോ കാഴ്ചകളും ഇങ്ങനെയാണ്. ചിലത് നമ്മുടെ മനസ്സും ശരീരവും സന്തോഷം കൊണ്ട് നിറയ്ക്കും, ചിലത് നമ്മളെ സങ്കടക്കടലിലാട്ടും. ഇനിയും യാത്രകളുമായി മുമ്പോട്ട് എനിക്ക് പോകേണ്ടതുണ്ട്. എൻ്റെ ഒപ്പം നിങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു.